ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും റിമാൻഡ് നീട്ടി. ഡിസംബർ 11 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ലിജോ റോളൻസ് വിവരങ്ങളുമായി. ലിജോ, വിശദാംശം. കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡ് നീട്ടണം എന്നുള്ള ഒരു പ്രോസിക്യൂഷന്റെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. 2 കേസുകളിലും ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നെങ്കിലും ഇരു ഹർജികളും തള്ളുകയായിരുന്നു. 14 ദിവസത്തേക്ക് കൂടിയാണ് ഇപ്പോൾ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കുന്നത് ആദ്യമായിട്ടാണ്. രാവിലെ 10 മണിയോടുകൂടെ തന്നെ പോലീസ് സംഘം സുരക്ഷ ഒരുക്കിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയും ആദ്യ കേസായി തന്നെ എടുക്കുകയും തുടർന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പത്മകുമാറിനെ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനൊരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.